ഭർത്താവ് മരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്ചർ സുധിയുടെ ചിത്രത്തിൽ നിന്നും മാറ്റി സ്വന്തം ചിത്രമാക്കി. ഈ ഒരൊറ്റ മാറ്റം മതിയായിരുന്നു ഓൺലൈൻ കോടതികളിലെ ന്യായാധിപന്മാർക്കും സൈബർ ആങ്ങളമാർക്കും രേണുവിനെതിരെ തിരിയാൻ. 2 വർഷത്തെ കണ്ണീർ എപ്പിസോഡുകൾക്ക് ഔദ്യോഗികമായി വിരാമമായിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്നും സുധിച്ചേട്ടൻ്റെ ചിത്രം നീക്കം ചെയ്ത് സ്വന്തം ഗ്ലാമർ ചിത്രം വെച്ചതോടെ രേണു സുധി സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സുധിച്ചേട്ടൻ എന്ന അധ്യായം ഞാൻ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. മരണം നടന്ന് 2 വർഷം പിന്നിടുമ്പോൾ ഇനിയും ആ പഴയ ഓർമ്മകളിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളും സുധിച്ചേട്ടൻ്റെ ഓർമ്മകളും അവർ എന്നേക്കുമായി കുഴിച്ചു മൂടിക്കഴിഞ്ഞു. ഇനി അവർക്ക് സുധിയെക്കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് സത്യം. ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റം വെറുമൊരു യാദൃശ്ചിക വിവാഹമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ ബോൾഡായ പ്രഖ്യാപനമാണ്. ഞാനിപ്പോൾ സിംഗിളാണ്, പഴയതൊക്കെ ഞാൻ മറന്നു, പുതിയൊരു ബന്ധത്തിന് ഞാൻ പൂർണ്ണമായും തയ്യാറാണ് എന്ന് ലോകത്തോട് ഒളിച്ചു പറയുകയാണ് ഈ ചിത്രത്തിലൂടെ അവർ. മലയാളി സമൂഹത്തിന് ഒരു വിധവയെക്കുറിച്ച് ചില അലിഖിത നിയമങ്ങളുണ്ട്. അവരെക്കാലവും കണ്ണീർ കുടിച്ച് ഭർത്താവിൻ്റെ ഓർമ്മകളിൽ മാത്രം ജീവിച്ച് ഒരു മൂലയ്ക്കിരുത്തി ഒതുക്കി തീർക്കണം എന്നതാണ് പൊതുബോധം. സുധിച്ചേട്ടൻ മരിച്ച അന്നു മുതൽ രേണുവിൻ്റെ ഓരോ ചലനവും ഈ സദാചാരഭൂത കണ്ണാടിയിലൂടെയാണ് സമൂഹം നോക്കിക്കാണുന്നത്. ഇപ്പോൾ സ്വന്തം ഫോട്ടോ DP ആക്കിയതോടെ രേണു സുധിയെ പൂർണ്ണമായും മറന്നു. ഇത് പുതിയൊരു പ്രണയബന്ധത്തിൻ്റെ സൂചനയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾ എന്ത് പറയുന്നു എന്ന് അവർ ഇപ്പോൾ നോക്കുന്നേയില്ല. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ എന്തുതന്നെ ആയാലും രേണു തൻ്റെ പുതിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ നിഴലിൽ നിന്നും പൂർണ്ണമായും പുറത്തു കടന്ന് പുതിയൊരു ജീവിത പങ്കാളിയെ തേടിയുള്ള യാത്രയിലാണ് അവർ. സുധിച്ചേട്ടൻ ഇനി വെറുമൊരു പഴയ ഓർമ്മ മാത്രം.